മൂന്നാം സീറ്റിനായുള്ള ലീഗിന്റെ ആവശ്യം അതിൽ നിന്ന് ഒട്ടും പുറകോട്ടില്ല എന്ന് ഇന്ന് PMA സലാം വ്യക്തമാക്കുകയാണ്. ആലപ്പുഴ ലക്ഷ്യമിട്ടാണോ ഈ നീക്കം എന്ന ചില സൂചനകളും ഇന്ന് പുറത്തുവരുന്നു. കഴിഞ്ഞ തവണ തോറ്റ സീറ്റിൽ പിടിമുറുക്കിയാണ് ലീഗിന്റെ മുന്നോട്ടുള്ള പോക്ക്. ലീഗിന് മൂന്നാം സീറ്റ് ഉറപ്പെന്ന നിലപാടിലാണ് ലീഗ് നേതൃത്വം. നാളെ തന്നെ തീരുമാനമുണ്ടാകും. ആലപ്പുഴയാണെങ്കിലും മത്സരിക്കുമെന്ന് PMA സലാം വ്യക്തമാക്കി. സലാമിന്റെ വാക്കുകളിലേക്ക്. ഞങ്ങൾ നേരത്തെ പാർട്ടി എടുത്ത തീരുമാനമനുസരിച്ച് UDF-ൽ ഒരു അഭിപ്രായം പറഞ്ഞു. മറ്റ് കക്ഷികൾ ആലോചിച്ചിട്ട് അഭിപ്രായം പറയാമെന്നും പറഞ്ഞു, പ്രത്യേകിച്ച് കോൺഗ്രസ്. അപ്പോൾ അതിലെ സംബന്ധിച്ച് രണ്ടു കൂട്ടരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയുണ്ട്. അതിൽ തീരുമാനമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. മാത്രമല്ല, ഇനി അത് നീട്ടിക്കൊണ്ടുപോയാലും കഴിയില്ല. മറ്റ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികൾ, NDA മുന്നണിയുടെ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സാധാരണഗതിയിൽ എല്ലാ തെരഞ്ഞെടുപ്പിലും ആദ്യമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങലൊക്കെ UDF-ഉം മുസ്ലിം ലീഗുമാണ്. ആ നിലയ്ക്ക് ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. നാളത്തെ ചർച്ചയിൽ തീരുമാനമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. തീരുമാനമാകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കേരളത്തിലെ 20 സീറ്റിൽ ഏതും ക്ലെയിം ചെയ്യാം. എന്താ സംശയം? കഴിഞ്ഞ പ്രാവശ്യം 19 സീറ്റ് UDF നേടിയില്ലേ? അതിൽ ഏതും ഞങ്ങൾക്ക് ജയിച്ചൂടെ? ഇനി ആലപ്പുഴയാണെങ്കിലും ഞങ്ങൾ ജയിക്കാം. UDF ഒരുമിച്ച് നിന്നാൽ എല്ലാ സീറ്റും വാങ്ങാം. മൂന്നാം സീറ്റ് വിവാദത്തിനിടെ ലീഗ് കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച നാളെ കൊച്ചിയിൽ നടക്കും. ലീഗിനെ അനുനയിപ്പിക്കാൻ ബദൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. ലോക്സഭാ സീറ്റിന് പകരം രാജ്യസഭാ സീറ്റ് എന്ന വാഗ്ദാനമായിരിക്കും കോൺഗ്രസ് മുന്നോട്ട് വെക്കുക. ലീഗിന് മൂന്നാം സീറ്റിന് അർഹതയുണ്ടെന്ന വാദം അംഗീകരിച്ചുകൊണ്ട് പ്രകോപനമുണ്ടാക്കാതെയാണ് കോൺഗ്രസിന്റെ നീക്കം. ഇത്തരം കാര്യങ്ങളൊക്കെ ഐക്യജനാധിപത്യ മുന്നണിക്കകത്ത് നടക്കുന്ന ഇന്റേണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു സംശയമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സീറ്റ് കൂടെ ചോദിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? മുസ്ലിം ലീഗിനെ പോലുള്ളൊരു പാർട്ടി ഒരു സീറ്റ് കൂടെ ചോദിക്കുന്നത് തെറ്റില്ല. പക്ഷേ പരസ്പരം എല്ലാവരും കൂടെ കൂടി ആലോചിച്ച് ഒരു ശക്തമായിട്ടുള്ള മത്സരം നടത്തുന്നതിന് വേണ്ടിയിട്ട് കൂട്ടായ തീരുമാനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. മുന്നണി രാഷ്ട്രീയത്തിൽപ്പെട്ട സ്വാഭാവികമല്ലേ. അവർ എല്ലാ കാലവും ചോദിക്കില്ലെന്ന് അവരോട് ചെയ്യുന്ന കാര്യമില്ല. അപ്പോൾ അവർക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, അർഹതയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ചർച്ചകളുണ്ടാകും. പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ് ഒരു മുന്നണി മുന്നോട്ട് പോകുക. അത് ഞങ്ങളുടെ ചർച്ചകളിൽ അന്തിമമായിട്ട് ഉരുത്തിരിഞ്ഞ് വരും. ആദ്യം മൂന്നാം സീറ്റിൻ്റെ കാര്യത്തിൽ നാളെ ഒരു ചർച്ച എറണാകുളത്ത് വെച്ച് ചേരുന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നാളെ തന്നെ അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. ഇപ്പോൾ 29-ാം തീയതി രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി തിരിച്ചെത്തിയതിന് ശേഷം കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു പ്രഖ്യാപനം മാർച്ച് ആദ്യ വാരത്തിലുണ്ടാകും. അപ്പോൾ നാളെ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്ത് മറ്റന്നാൾ മുതൽ 29-ാം തീയതിയാണ് സമരാഗ്നിയുടെ സമാപനം. ഉടൻ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കും. കോൺഗ്രസും മുസ്ലിം ലീഗുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയിൽ ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. ഒരിക്കലും അതിൻ്റെ പേരിൽ തർക്കം UDF-ൽ ഉണ്ടാവില്ല. UDF-ൻ്റെ കെട്ടുറപ്പിനെ അത് ബാധിക്കില്ല. നാളെ തന്നെ തീരുമാനം എടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.